കൊട്ടേഷൻ നേതാവ് നേരെ പാറപ്പുറത്തേക്ക് കയറി ചെന്നു. മറ്റുള്ളവർ പരുന്തിലിജോയ്ക്കൊപ്പം റോഡിൽ തന്നെ നിന്നു. കിലോമീറ്ററുകൾക്കപ്പുറത്ത് അങ്ങ് താഴെ കൂടി വളഞ്ഞും പുളഞ്ഞും പോകുന്ന ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം. ഇടയ്ക്കിടെ തണൽമരങ്ങൾ വളർന്നു നിൽക്കുന്ന തേയിലത്തോട്ടം പുൽമേട്ടിൽ ചെടികൾ മുളച്ചു നിൽക്കുന്നത് പോലെ കാണപ്പെട്ടു. സാറേ, സഹദേവൻ സാറേ! പാറയ്ക്ക് മുകളിലെത്തിയ ഗുണ്ടാ നേതാവ് പുറം തിരിഞ്ഞിരിക്കുന്ന മനുഷ്യനെ വിളിച്ചു. അയാൾ മൂളി. ജോലിക്ക് മുമ്പ് കൂലി, അതാണല്ലോ ഞങ്ങളുടെ രീതി. അവനെ തീർത്തു കഴിഞ്ഞാൽ കൂലി മേടിക്കാനൊന്നും നേരമുണ്ടാവില്ല. ഗുണ്ടാ നേതാവ് ചിരിച്ചു. അത് നേരാ, എങ്കിൽ എന്നാ പിടിച്ചോ. പറഞ്ഞതും ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ഒന്ന് വട്ടം കറങ്ങി. കൊട്ടേഷൻ നേതാവിൻ്റെ നെഞ്ചിലാണ് ചവിട്ടുകൊണ്ടത്. അമ്മേ! വല്ലാത്തൊരു അലർച്ചയോടെ പാറയിൽ നിന്ന് തെറിച്ച് താഴേക്ക് വരുന്ന അവൻ്റെ നിഴൽ രൂപമാണ് മറ്റുള്ളവർ കണ്ടത്. അവൻ വന്നു വീണത് ഒരു പാറപ്പുറത്ത്. പിന്നെ തേയില ചെടികൾക്ക് മുകളിലേക്ക് മറിഞ്ഞ് അവരുടെ കാൽക്കിലെത്തി. അതിനിടെ ചിരട്ട പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം അവർ കേട്ടു. ഏയ്, എന്താ ഇത്? മറ്റുള്ളവർ അമ്പരപ്പോടെ ലിജോയെ നോക്കി. ഇത് ഗ്ലൈഡർ പ്രാക്ടീസ് പോലെ ഒരു പരിപാടിയാ, ലിജോ പറഞ്ഞു. കൊല്ലടാ! കൂട്ടത്തിൽ ആദ്യം അപകടമണത്ത ആൾ അലറി. അതിനു മുമ്പ് ലിജോ അടി തുടങ്ങിയിരുന്നു. കൊല്ലാനുള്ള നിന്റെയൊക്കെ ഒടുക്കത്തെ ആഗ്രഹം ഞങ്ങൾ തീർന്നു തരാമടാ. ഇരളിൽ നിന്ന് സാജനും പാഞ്ഞെത്തി. പാറയ്ക്ക് മുകളിൽ നിന്ന് ആദിയും താഴേക്ക് ചാടി. ആക്രമണം അപ്രതീക്ഷിതമായിരുന്നതിനാൽ കൊട്ടേഷൻ പാർട്ടിക്ക് വണ്ടിയിൽ നിന്ന് ആയുധങ്ങളെടുക്കാൻ പോലും കഴിഞ്ഞില്ല. പാറപ്പുറത്ത് വന്നു വീണ നേതാവിന് അവിടെ നിന്ന് എഴുന്നേൽക്കാനുമായില്ല. ആദി തൻ്റെ മുന്നിൽ വന്ന ശത്രുവിൻ്റെ നെഞ്ചിന് മധ്യ ഒറ്റയിടി. അവൻ അലറിക്കൊണ്ട് മുന്നോട്ട് വളഞ്ഞു. ആ ശബ്ദം താഴ്വരകളിൽ മാറ്റൊലി കൊണ്ടു. ആദി അവൻ്റെ തല പിടിച്ച് സുമോയുടെ സൈഡിൽ ഇടിച്ചു. അവിടുത്തെ തകിട് അകത്തേക്ക് വളയുന്നത് മങ്ങിയ വെളിച്ചത്തിലും അവൻ കണ്ടു. പിടിവിട്ടപ്പോൾ അവൻ വീണു. ബാക്കിയുള്ള 4 പേർ അവരെ അടിച്ചു പരത്താൻ ആദിക്കും കൂട്ടുകാർക്കും മിനിറ്റുകളെ വേണ്ടി വന്നുള്ളൂ. ഉത്സവപ്പറമ്പിൽ ഇടഞ്ഞ ആനയുടെ കാൽ കീഴിൽ പതിഞ്ഞതുപോലെ 6 പേരും അവിടെ ചിതറിക്കിടന്നു. അവർ ഞരങ്ങുന്നുണ്ടായിരുന്നു. നേതാവിൻ്റെ അരികിൽ ആദി കുത്തിയിരുന്നു. പിന്നെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് അവനെ ഉയർത്തി. ഇർലിൻ്റെ മറവിൽ കൊട്ടേഷൻ ഇറങ്ങുന്ന നീയൊക്കെ നേരെ നിന്നിരിക്കുന്ന ആമ്പിള്ളേരെ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേടാ? ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിച്ച് ശീലിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ആദി പരിഹസിച്ചു. ഞങ്ങളെ കൊല്ലരുത്, ഒരുവൻ സാജൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. വായടക്കട നായെ, അവൻ ചീറി. കാശും വാങ്ങി പണിക്കിറങ്ങുമ്പോൾ ശത്രു ആരാണെന്നെങ്കിലും മിനിമം തിരിച്ചറിയണം. നേതാവിൻ്റെ കവിളടക്കം ഒന്നുകൂടി പൊട്ടിച്ചിട്ട് ആദി അവൻ്റെ മുടിയിൽ നിന്ന് വിട്ടു. ചക്ക വീഴുന്നതുപോലെ അവൻ്റെ തല തറയിൽ ചെന്നിടിച്ചു. എന്നെ കൊല്ലാൻ അന്ന് നിന്നെയൊക്കെ അയച്ചത് ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ആ ചോദ്യമില്ല. ഓരോ കൊട്ടേഷൻ എടുക്കുമ്പോഴും നിനക്കൊക്കെ ലക്ഷങ്ങൾ കിട്ടും. അതുകൊണ്ട് നീയൊക്കെ കുടിച്ച് കൂത്താടി ആർമാദിച്ച് നടക്കും. പുതിയ ബൈക്കും മൊബൈലും വാങ്ങി നീയൊക്കെ ഹീറോ ചമഞ്ഞ് നടക്കുമ്പോൾ വേറെ എത്ര പേർ കണ്ണീരൊഴുക്കുന്നുണ്ടെന്നറിയാമോ? വികാരവിക്ഷോഭം കാരണം ആദിയിലെ ശ്വാസഗതിക്ക് വേഗമേറി. എത്ര പേരുടെ ജീവനാ പാതി വഴിക്ക് മുടങ്ങിപ്പോകുന്നതെന്നറിയാമോ നിനക്കൊക്കെ? എത്ര കുടുംബങ്ങളാ അനാഥമാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അണ്ണൻ ക്ഷമിക്കണം, ഇനി ഞങ്ങൾ കൊട്ടേഷൻ പണിക്ക് ഇറങ്ങില്ല, അവൻ കൈകൂപ്പി. അണ്ണനോ? ആരുടെ അണ്ണൻ? സാജൻ മുന്നോട്ട് ചാടി അവനൊരു തൊഴി കൊടുത്തു. അല്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടിട്ടുള്ളവരന്മാരൊന്നും പിന്നീടൊരിക്കലും പിറപ്പുകേട് കാണിച്ചിട്ടില്ലടാ, ആദി ക്രൂരമായി ചിരിച്ചു. പാടത്ത് പണി, വരമ്പത്ത് കൂലി, അതാ ഞങ്ങളുടെ രീതി. ശത്രുവിന് മാപ്പ് കൊടുത്തു വിടുന്ന രീതി 1947 മുമ്പേ ഞങ്ങൾ ഉപേക്ഷിച്ചതാ, ആദി തിരിഞ്ഞു നിന്ന് വിളിച്ചു. ലിജോ, ഇവന്മാരുടെ വണ്ടിയിൽ എന്തൊക്കെ കളിപ്പാട്ടങ്ങളുണ്ടെന്ന് നോക്കിക്കേ. സുമയുടെ വാൻ തുറന്ന് ലിജോ അകത്തേക്ക് ടോർച്ച് തെളിച്ചു നോക്കി. വടിവാളുകൾ, ഇരുമ്പ് വടികൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, അങ്ങനെ പലതും. അവൻ പറഞ്ഞു, ഒരു ഇരുമ്പ് വടി ഇങ്ങ് എടുത്തേടാ. ഇവിടുത്തെ അത്ര ബലമുണ്ടോയെന്ന് നോക്കട്ടെ. ലിജോ ഇരുമ്പ് വടിയുമായി എത്തി. ആരാടാ വണ്ടി ഓടിക്കുന്നത്? സാജൻ തിരക്കി. ഞാനാ, തറയിൽ നിന്ന് ശബ്ദം കേട്ടു. സാജൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിന്റെ കാലുകൾക്ക് കുഴപ്പം വല്ലതുമുണ്ടോ? ഇല്ല, അവൻ്റെ ശബ്ദം ചിലമ്പി. നല്ലത്. അപ്പോൾ നിങ്ങളെ വന്ന വഴിക്ക് തിരിച്ചുവിടണോ അതോ പോലീസിൽ ഏൽപ്പിക്കണോ? നിങ്ങളെ കിട്ടിയാൽ അവർക്ക് ഒത്തിരി കേസുകൾ തെളിയിക്കാനാവും. അയ്യോ വേണ്ട, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം, 6 പേർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. എങ്കിൽ അങ്ങനെ തന്നെ, ലിജോ സമ്മതിച്ചു. പിന്നെ ഡ്രൈവറുടെ തോളിൽ കൈവച്ചു. നിനക്ക് വണ്ടി ഓടിക്കേണ്ടത് കൊണ്ട് കാലുകൾ വേണം, പക്ഷേ മിടുക്കനായ ഡ്രൈവർക്ക് ഒരു കൈ മതി, ഇടത് കൈ. അതുകൊണ്ട് ഗിയർ മാറ്റുകയും ഡ്രൈവ് ചെയ്യുകയും ആവാം. പറയുന്നതിനിടയിൽ ലിജോ അവൻ്റെ വലത് കൈ പിടിച്ച് തിരിച്ചു. തുടർന്നു കൈമുട്ടിൽ ഇരുമ്പ് വടി കൊണ്ട് ഒറ്റയടി. ചിരട്ട പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ആ! ഒപ്പം അവൻ്റെ അലർച്ച മലമടക്കുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ലിജോ പിടിവിട്ടപ്പോൾ അവൻ്റെ കൈയുടെ പകുതി ഭാഗം തൂങ്ങിക്കിടന്നു. സാജൻ ഡോർ തുറന്ന് അവനെ ഡ്രൈവർ സീറ്റിലേക്ക് തള്ളി. ബാക്കി 5 പേർ അവരുടെ 2 കാൽമുട്ടുകളും ലിജോ ഇരുമ്പ് വടി കൊണ്ട് തല്ലി തകർത്തു. ഇനി നീയൊക്കെ കൊട്ടേഷൻ പണിക്ക് പോകാതിരിക്കാൻ ഇതേയുള്ളൂ വഴി. പോകുന്ന വഴിക്ക് അധികം താഴ്ചയില്ലാത്ത ഭാഗത്ത് വണ്ടി മറിക്കണം. ഓടിക്കുന്നവർ കരുതും ഈ ഒടിവ് ചതിവുകൾ ആക്സിഡന്റ് പറ്റിയപ്പോൾ ഉണ്ടായതാണെന്ന്. അല്ലെങ്കിൽ കേസും പുക്കാറുമൊക്കെ ആവും. നിന്റെയൊക്കെ പേരിൽ പല കേസുകളും വരും. മനസ്സിലായോ? പാറപ്പുറത്തേക്ക് മാറിയിരുന്ന ആദ്യം ഒരു സിഗരറ്റ് കത്തിച്ച് പുകയൂതി. അടിവാരത്ത് നിന്ന് പതുക്കെ മഞ്ഞ് മുകളിലേക്ക് ഉയർന്നു തുടങ്ങിയിരുന്നു.
ഞങ്ങളാണിത് ചെയ്തതെന്ന് നിനക്കൊക്കെ ആരോട് വേണമെങ്കിലും പറയാം. പക്ഷേ നിന്റെയൊക്കെ വീട്ടിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഒറ്റയാളും പിന്നെ ഒരു രാത്രി പോലും ഉറങ്ങത്തില്ലെന്ന് മാത്രം. നിങ്ങൾക്ക് സ്ഥലവും ആളും മാറിപ്പോയി മക്കളെ. ഇത് വേറെ ജില്ലയാ. മുല്ലപ്പെരിയാറും കസ്തൂരിരംഗനും നിറഞ്ഞു നിൽക്കുന്ന ഇടുക്കി. ചോരയും നീരുമുള്ള ആൺപിള്ളേരുടെ ഇടുക്കി. നല്ല ഏലവും തേയിലയും കുരുമുളകും ഉപയോഗിക്കുന്നവരാ ഞങ്ങൾ. ഉറക്കത്തിൽ പോലും നീ ഒന്നും മറക്കരുത്. തകർന്ന കാലുകളിൽ അമർത്തിപ്പിടിച്ചും കരഞ്ഞും ഞരങ്ങിയും ഇരുന്ന അവർക്ക് മിണ്ടാനായില്ല. സാജനും ലിജോയും അവരെ ചാക്കുകെട്ടുകൾ പോലെ തൂക്കിയെടുത്തു സുമോയ്ക്കുള്ളിലേക്ക് എറിഞ്ഞു. പിന്നെ ഡോർ വലിച്ചടച്ചു. എന്നാൽ വിട്ടോ. ഡ്രൈവർ ഇടം കൈകൊണ്ട് സുമോ ബുദ്ധിമുട്ടി സ്റ്റാർട്ടാക്കി. ഒരു മദ്യപനെ പോലെ വണ്ടി കുന്നിറങ്ങിപ്പോയി. രാത്രി 8:30. ഗസ്റ്റ് ഹൗസിന് മുന്നിൽ വണ്ടി പെരിയാർ SI രാധാചന്ദ്രൻ്റെ ജീപ്പ് ബ്രേക്കിട്ടു. തിടുക്കത്തിൽ അയാൾ ഇറങ്ങി. ASI ബ്രിട്ടാസ് അയാളെ ഉസ്മാൻ അൻസാരിയുടെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാധാചന്ദ്രൻ അയാൾക്ക് മുന്നിൽ അറ്റൻഷനായി. പിന്നെ ഒരു ഫയൽ മേശപ്പുറത്ത് വെച്ചു. ടേക്ക് യുവർ സീറ്റ്. ഫയൽ എടുക്കുന്നതിനിടയിൽ അയാൾ ആംഗ്യം കാട്ടി. സാർ. എന്നിട്ടും രാധാചന്ദ്രൻ മടിച്ചു നിന്നു. ഇരിക്കടോ. താൻ എഴുന്നേൽക്കണമെങ്കിൽ ഞാൻ പറയാം. ഉസ്മാൻ അയാളെ ശ്രദ്ധിക്കാതെ ഫയൽ തുറന്നു. അതിൽ ഏതാനും പേപ്പറുകൾ മാത്രം. താൻ നിർദ്ദേശിച്ചതിന് ശേഷം രാധാചന്ദ്രൻ പെട്ടെന്ന് തയ്യാറാക്കിയതാണെന്ന് ഉസ്മാനും ബോധ്യമായി. അയാൾ കടലാസുകളൊന്ന് ഓടിച്ചു മറിച്ചു. ഞാൻ ആവശ്യപ്പെട്ടതൊന്നും ഇതിലില്ലല്ലോ ചന്ദ്ര. ആളുകളുടെ മൊഴി, തൻ്റെ സംശയങ്ങൾ, നിഗമനങ്ങൾ ഒന്നും. സാർ. രാധാചന്ദ്രൻ പെട്ടെന്ന് എഴുന്നേറ്റു. പരശുറാം സാർ അന്വേഷിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ. അയാൾ പൂർത്തിയാക്കും മുമ്പ് ഉസ്മാൻ കൈ ഉയർത്തി. അക്കാര്യം സ്റ്റേഷനിൽ വെച്ച് തന്നെ താൻ പറഞ്ഞതല്ലേ? എങ്കിലും തൻ്റെ സ്റ്റേഷന് തൊട്ടടുത്ത് വെച്ചാണ് സമരക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായതും പന്തൽ കത്തിച്ചതുമൊക്കെ. അതേക്കുറിച്ചൊന്നും താൻ വ്യക്തമായി അന്വേഷിച്ചില്ലെന്ന് വന്നാൽ? രാധാചന്ദ്രന് മിണ്ടാൻ കഴിഞ്ഞില്ല. തനിക്ക് പോകാം, ഉസ്മാൻ പറഞ്ഞു. ആശ്വാസത്തോടെ തിരിച്ചു നടന്ന രാധാചന്ദ്രനെ പിന്തുടർന്ന് ഉസ്മാൻ്റെ വാക്കുകളെത്തി. തൻ്റെ തൊപ്പി ഇനി അധിക ദിവസം ആ തലയിൽ കാണുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ആ തലയ്ക്കുള്ളിൽ താൻ ഒളിച്ചു വച്ചിട്ടുണ്ട്. അത് മുഴുവൻ കുത്തിത്തുറന്ന് ഞാൻ പുറത്തിടും മണിക്കൂറുകൾക്കുള്ളിൽ. താൻ പോലീസ് അസോസിയേഷൻ്റെ വലിയ കുണാണ്ടറായിരിക്കും. പക്ഷേ അറിയാമല്ലോ എന്നെ. സാർ ഞാൻ. അയാൾ തിരിഞ്ഞു. വേണ്ടടോ. നീ താനായിട്ടൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ തന്നോട് ചോദിക്കും. അപ്പോൾ പറഞ്ഞാൽ മതി. തൻ്റെ ഉടൽ തളരുന്നത് പോലെ തോന്നി രാധാചന്ദ്രന്. 10 മണിയായപ്പോൾ ആദിയും കൂട്ടുകാരും ജയന്തൻ്റെ വീട്ടിലെത്തി. റോഡിൽ അപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിര കണ്ടു. മുറ്റത്തൊരു താൽക്കാലിക പന്തൽ ഇട്ടിട്ടുണ്ട്. അയൽക്കാർ മുതൽ സമൂഹത്തിലെ ഉന്നതന്മാർ വരെ അവിടെയുണ്ട്. ഒരു ഭാഗത്ത് സുരേന്ദ്രനാഥ് എല്ലാം തകർന്നവനെ പോലെ ഇരിക്കുന്നു. അയാൾക്കരികിൽ ജലസേചന മന്ത്രി ചെട്ടിക്കുളങ്ങര സദാശിവനും PA വർഗീസ് പുന്നത്രയുമുണ്ട്. പുന്നത്രയെ കണ്ടപ്പോൾ തന്നെ ആദിയുടെ ഞരമ്പിൽ ചോരയോട്ടത്തിന് വേഗമേറി. അയാളും ആദിയെ രൂക്ഷമായി ഒന്ന് നോക്കി. വാടാ ആദി, സുരേന്ദ്രനാഥ് വിളിച്ചു. ലിജോയെയും സാജനെയും ഒന്ന് നോക്കിയിട്ട് അവനും ചെന്ന് ഒരു കസേര നീക്കിയിട്ടിരുന്നു. നിങ്ങൾ തമ്മിൽ പരിചയമില്ലല്ലോ അല്ലേ? സുരേന്ദ്രനാഥ് അവനെ മന്ത്രിക്ക് പരിചയപ്പെടുത്തി. ഇവൻ ആദിശങ്കരൻ, ജയന്തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഈ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് ഇവൻ. സദാശിവൻ അവനെ അടിമുടി ഒന്ന് നോക്കി. നേരിൽ കാണുന്നത് ആദ്യമാണെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് അയാൾ ഓർത്തു. ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലമായത്. ഒന്നിച്ചുറങ്ങുന്ന ഭാര്യ പോലും ഭർത്താവിനെ കൊട്ടേഷൻകാരെ കൊണ്ട് കൊല്ലിക്കുന്നു. വർഗീസ് പുന്നത്ര പിറുപിറുത്തു. ആദി കേട്ടു. അവൻ മറുപടി പറഞ്ഞു. ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ മാറാനും ചങ്ങാത്തം കൂടി ഉറ്റവരോട് വൃത്തിക്കേട് കാണിക്കാനും ഞാൻ രാഷ്ട്രീയക്കാരനല്ല. എടാ, പുന്നത്ര എന്തോ പറയാനാഞ്ഞു. പെട്ടെന്ന് സുരേന്ദ്രനാഥ് ഇടപെട്ടു. ഇതൊരു മരണവീടാണ്, രണ്ടാളും മറക്കണ്ട. സോറി സാർ, പറഞ്ഞുകൊണ്ട് പുന്നത്ര മന്ത്രിയെ ഇടം കണ്ണിട്ട് നോക്കി. ക്ഷമിക്കണം സാർ, ഞാൻ രാവിലെ വരാം. ആദി എഴുന്നേറ്റു. അപ്പുറത്തിരുന്ന് പരശുറാമും രവിയും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നാളെ കൂടിയൊന്ന് കഴിഞ്ഞോട്ടെ, ഇവൻ്റെ വരവ് എന്നേക്കുമായി നിർത്തുന്നുണ്ട് ഞാൻ. പരശുറാം പല്ലു ഞെരിച്ചു. സ്ത്രീകളൊക്കെ വീടിനുള്ളിലായിരുന്നു. സുഹൃത്തുക്കളെയും കൂട്ടി ആദ്യം മടങ്ങി. അപ്പോൾ റോസ് സദാശിവൻ്റെ അടുത്തെത്തി. ആ പോയവനോടാടി ഞാൻ പറഞ്ഞിട്ടുള്ള റാസ്കല്ല ആദി. മനസ്സിലായി. അയാൾ സുരേന്ദ്രനാഥിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇത്തരം കൺട്രീസിനെയൊന്നും വീട്ടിൽ കയറ്റിക്കൂടാ. അവസാനം ഇവനൊക്കെ തലയിൽ കയറിയിരിക്കും സുരേന്ദ്ര. ഇപ്പോഴും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാ. റോസ് മുഖം വെട്ടിച്ചു. സുരേന്ദ്രനാഥ് ഒന്നും പറഞ്ഞില്ല. ജയന്തൻ്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പിറ്റേന്ന് ഇടുക്കി ജില്ലയിൽ ഹർത്താലായിരുന്നു. ഉച്ചയോടുകൂടി ജയന്തൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നു. 3 മണിക്ക് സംസ്കരിച്ചു. എല്ലാത്തിനും ആദിയും ഒപ്പം നിന്നു. ജയന്തൻ്റെ ചിത കത്തുന്നു നോക്കി സങ്കടപ്പെട്ട് ഒരു മരത്തിൽ ചാരി നിൽക്കുകയായിരുന്ന ആദിയുടെ അരികിലേക്ക് വന്ന് പരശുറാം പറഞ്ഞു. ഈ നിമിഷം നിനക്ക് പോകാം. പിന്നെ ഈ ഗേറ്റിനുള്ളിൽ കണ്ടുപോകരുത്. ആദി തിരിഞ്ഞ് CI പരശുറാമിനെ നോക്കി. അവൻ്റെ കണ്ണുകളെ നേരിടാനാവാതെ അയാൾ മുഖം തിരിച്ചു കളഞ്ഞു. പതിഞ്ഞ ശബ്ദത്തിലെങ്കിലും ഉലയിൽ നിന്ന് എന്നവണ്ണം ചൂടുള്ള വാക്കുകൾ ആദിയുടെ വായിൽ നിന്ന് ചാടി. ഒറ്റയടിക്ക് അങ്ങനെങ്ങ് ചെയ്യാൻ പറ്റത്തില്ല സാറേ എനിക്ക്. ഈ കരിയുന്ന ശരീരം നിങ്ങളുടെ അനുജൻ്റേതാണെങ്കിലും അതിനേക്കാൾ ബന്ധമുണ്ട് ഞാനുമായിട്ട് അവന്. ഗേറ്റിന് പുറത്തേക്ക് എന്നേക്കുമായി എന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കണ്ട. അവിടെ ലോകം അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്.
ശതകോടിക്കണക്കിന് ഹെക്ടറുകളുമായിട്ട്. അവിടെ എനിക്ക് വിലക്കൊന്നുമില്ല. പക്ഷേ സാറിനുണ്ട് താനും. അവൻ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. എന്നിട്ട് തുടർന്നു. ഞാൻ പുറത്തു നിന്നാലും അകത്തു നിൽക്കുന്നതിന് തുല്യമാ. എൻ്റെ കൂട്ടുകാരനെ കൊന്നത് ഏത് നായൻ്റെ മോനായാലും അതറിഞ്ഞിട്ട് ഞാൻ വരും ഈ ഗേറ്റിനുള്ളിലേക്ക്. ഇവിടേക്കാണല്ലോ വരേണ്ടതും. കാരണം കൊലയാളിയോ അയാളുടെ പിമ്പുകളോ താമസിക്കുന്നത് ഇവിടെയാണല്ലോ. വികാരവിക്ഷോഭം കാരണം ആദ്യം വല്ലാതെ കിതച്ചു. എടാ, പരശുറാം കടപ്പല്ല് ഞെരിച്ചു. വെറുതെ പല്ല് കടിച്ച് പൊട്ടിക്കേണ്ട സാറേ. കൊലയാളിയെ മുന്നിൽ നിർത്തി കൊടുക്കാമെന്ന് സുരേന്ദ്രനാഥ് സാറുമായിട്ട് എനിക്കൊരു വാക്കുണ്ട്. അത് ഞാൻ ചെയ്തിരിക്കും. ആദ്യരെ മിഴികൾ എരിയുന്ന ചിതയിൽ ചെന്ന് കുത്തി നിന്നു. സാറിൻ്റെ പോലീസ് അധികാരം വെച്ച് അതങ്ങ് തടയാമെങ്കിൽ തടഞ്ഞോ. പിന്നെ തോൽക്കുന്ന കളിയാണെങ്കിൽ വെറുതെ വിയർപ്പൊഴുക്കിയിട്ട് കാര്യവുമില്ല. കടുപ്പിച്ച് പരശുറാമിനൊന്ന് നോക്കിയിട്ട് ആദ്യം തിരിച്ചു നടന്നു. ലിജോയും സാജനും അവൻ്റെ ഒപ്പം ചേർന്നു. ഗേറ്റ് കടന്ന് അവർ പോകുന്നത് നോക്കി പരശുറാം നിന്നു. സന്ധ്യ. വണ്ടിപ്പെരിയാർ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്ന DYSP ഉസ്മാൻ അൻസാരിക്ക് ജലസേചന മന്ത്രി ചെട്ടിക്കുളങ്ങര സദാശിവൻ്റെ PA വർഗീസ് പുന്നത്രയുടെ ഫോൺ വന്നു. തന്നെ മന്ത്രിക്ക് കാണണം ഇപ്പോൾ തന്നെ. ശരി സാറേ. താൻ ഇങ്ങോട്ട് വരണം, സുരേന്ദ്രനാഥ് സാറിൻ്റെ വീട്ടിലേക്ക്. മന്ത്രിക്ക് രാത്രി തന്നെ തലസ്ഥാനത്തേക്ക് മടങ്ങാനുള്ളതാ. ഞാൻ വരാം സാർ. 5 മിനിറ്റിനുള്ളിൽ ഉസ്മാൻ അൻസാരിയും സംഘവും സുരേന്ദ്രനാഥിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി. ഇന്നോവ റോഡിലിട്ടിട്ട് അവർ അകത്തേക്ക് നടന്നു. മുറ്റത്തെ പന്തലിൽ സുരേന്ദ്രനാഥും സദാശിവനും പരശുറാമും വർഗീസ് പുന്നത്തറയും ഏതാനും പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. ആഗതർ മന്ത്രിക്ക് സല്യൂട്ട് നൽകി. തന്നെ വിളിച്ചിട്ട് കുറേ നേരമായല്ലോടോ. മന്ത്രി വിളിപ്പിച്ചാൽ പോലും തനിക്ക് തോന്നുമ്പോഴാണോ വരുന്നത്? പുന്നത്ര ഉസ്മാന് നേരെ കയർത്തു. ഉസ്മാൻ മന്ത്രിയെ നോക്കി. സോറി സാർ. പിന്നെ വാച്ചിൽ സമയം നോക്കിയിട്ട് പുന്നത്രയോട് പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് കൃത്യം 7 മിനിറ്റ് ആയിട്ടുള്ളൂ. വിളിക്കുന്ന നിമിഷം വരാൻ ഞാൻ പാവയല്ല. മുഖമടച്ച് ഒറ്റ അടിയേറ്റ അനുഭവം തോന്നി പുന്നത്രയ്ക്ക്. എങ്കിലും അയാൾ വീറോടെ പറഞ്ഞു. ദേ, തർക്കുത്തരമൊന്നും വേണ്ട. ഞങ്ങൾ അങ്ങോട്ട് പറയും, അതങ്ങ് കേട്ടാൽ മതി. പുന്നത്ര പാർട്ടി പ്രവർത്തകർക്ക് നേരെ ഒന്ന് കണ്ണയച്ചിട്ട് തുടർന്നു. താൻ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത ആളൊക്കെയാവും. ആ അഹങ്കാരം പക്ഷേ ഇവിടെ വേണ്ട. ഉസ്മാൻ അൻസാരിയുടെ മുഖത്ത് പുച്ഛഭാവത്തിൽ ഒരു ചിരിയുണ്ടായി. പുന്നത്തറയെ തീർത്തും അവഗണിച്ച് അയാൾ മന്ത്രിക്ക് നേരെ തിരിഞ്ഞു. സാർ, എന്നെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്, കേശവൻ സാറ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർക്കുകയാ. 1000 തേൻതുള്ളിയിൽ ഒരു മീൻതുള്ളി വീണാൽ മതി തേനിൻ്റെ മഹത്വം പോകാനെന്ന്. പാർട്ടി പ്രവർത്തകർ പുന്നത്രയെ നോക്കി. അയാൾക്ക് കലിയിളകി. ഞാൻ മീൻതുള്ളി എന്നാണോ താൻ പറഞ്ഞു വരുന്നത്? ഉസ്മാൻ്റെ ഭാവം അല്പം മാറി. അയാളുടെ ശബ്ദത്തിന് കനം കൂടി. അതൊക്കെ സ്വയം കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. നല്ലതുപോലെ ചിന്തിക്കേ. പിന്നെ ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമുള്ള സാറിൻ്റെ ഈ ചൊറിച്ചിലുണ്ടല്ലോ, ഇതൊരു രോഗലക്ഷണമാണ്. തുടക്കത്തിലെ ചികിത്സിക്കുന്നതാവും നല്ലത്. പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ താനൊരു കടുകുമണിയോളം ചെറുതാകുന്നത് പോലെ പുന്നത്രയ്ക്ക് തോന്നി. ജുവലിൻ്റെ പപ്പയും ഏട്ടനും അടുത്തുണ്ട് താനും. അവൻ തന്നെക്കുറിച്ച് എന്തു വിചാരിക്കും? ആകെ പുകയുന്നതുപോലെ തോന്നി അയാൾക്ക്. അപ്പോൾ ഉസ്മാൻ അൻസാരി സദാശിവനോട് അറിയിച്ചു. സാർ, താങ്കൾ വിളിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം മന്ത്രിക്ക് പിടികെട്ടി. അയാൾ മറുപടി പറയാൻ ഭാവിക്കുമ്പോഴേക്കും പുന്നത്ര വീണ്ടും ഇടപെട്ടു. എന്ന് വെച്ചാൽ ഞാൻ വിളിക്കുകയായിരുന്നെങ്കിൽ താൻ വരില്ലായിരുന്നെന്ന് അല്ലേ? വേണമെങ്കിൽ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. വേണോടാ? അയാൾ വിടുന്ന മട്ടില്ല. ഉസ്മാൻ അൻസാരിക്ക് പെരുത്ത് കയറി. അയാൾ വലുത്ത് കടി ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് മീശത്തുമ്പുകൾ ഒന്ന് തടവി. എന്ത് കാണിക്കാനാ സാർ? ഈ ഇരിക്കുന്ന എല്ലാവരെയേക്കാൾ നിങ്ങളെ കൂടുതൽ അറിയാവുന്നവനല്ലേ ഞാൻ. ഓർത്തു നോക്ക്. പഴയ സ്ത്രീ പീഡനം മുതൽ സോളാറും മാവോയിസ്റ്റ് കൂട്ടുകെട്ടും വരെ നിങ്ങൾ കൊണ്ടുവന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ കോപ്പി ഞാനും കണ്ടിട്ടുണ്ട്. സ്വന്തം പാർട്ടി അനുയായിയുടെ പ്രായപൂർത്തിയാകാത്ത പെങ്ങളെ പീഡിപ്പിച്ച കേസിൽ ഒളിയിടത്തിൽ നിന്ന് നിങ്ങളെ പിടികൂടിയതും ലോക്കപ്പിലാക്കിയതും ഞാനാ. ആ കേസിൽ നിങ്ങൾ പത്തനംതിട്ട സബ് ജയിലിൽ 14 ദിവസം റിമാൻഡിൽ കഴിഞ്ഞിട്ടില്ലേ? പിന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എത്ര ലക്ഷം കൊടുത്തു തടി ഊരിയെടുക്കാൻ? ഉസ്മാൻ അൻസാരിക്ക് അയച്ചുകൊണ്ടി. ഉസ്മാൻ, മന്ത്രി അസ്വസ്ഥതയെ വിളിച്ചു. ക്ഷമിക്കണം സാർ, ഒരു കാര്യം കൂടി. 2 മാസം മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇയാളെ ഞാൻ പൊക്കിയതാ. തൻ്റെ രാഷ്ട്രീയ ഭാവി തുലയ്ക്കരുതെന്ന് പറഞ്ഞ് ഇയാൾ എൻ്റെ കാലു പിടിച്ചതാ. മന്ത്രി രൂക്ഷമായി പുന്നത്രയെ നോക്കി. അയാൾ സ്തബ്ധനായിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകർ ഇതൊക്കെ കേട്ട് മിഴിച്ചു നിന്നു. ബ്രിട്ടാസും ലെനിൻ ആലക്കോടനും ചിരി കടിച്ചമർത്തി. സുരേന്ദ്രനാഥിൻ്റെയും പരശുറാമിൻ്റെയും മുഖത്തെ രക്തമയം വാർന്നുപോയി. എടാ, കസേര പിന്നോട്ട് തള്ളി വർദ്ധിച്ച ദേഷ്യത്തോടെ പുന്നത്ര ചാടി എഴുന്നേറ്റു. അടിക്കിനിട ഇവനെ, അയാൾ അണികളോട് കൽപ്പിച്ചു. അവരനങ്ങത്തില്ല. അരയിലെ റിവോൾവർ ഉറയിൽ മെല്ലെ തടവിക്കൊണ്ട് ഉസ്മാൻ അൻസാരി വെല്ലുവിളിച്ചു. അല്ലെങ്കിൽ ഒന്ന് തൊട്ടു നോക്കാൻ പറയാം. ഇവൻ്റെയൊക്കെ കുടുംബം അനാഥമാകും. പാർട്ടി പ്രവർത്തകർ മുഖം കുനിച്ച് നിന്നതേയുള്ളൂ. വർഗീസ്, മന്ത്രി മുന്നറിയിപ്പ് പോലെ വിളിച്ചു. അല്ല സാർ, ഇനി താൻ മിണ്ടിപ്പോകരുത്, മന്ത്രി കൽപ്പിച്ചു. പുന്നത്ര ആയുധം നഷ്ടപ്പെട്ടതുപോലെ കസേരയിലിരുന്നു. പക്ഷേ പകമൂത്ത സർപ്പത്തിൻ്റെ ഭാവമായിരുന്നു കണ്ണുകളിൽ.
ഉസ്മാൻ, മന്ത്രി സംസാരിച്ചു. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് മറ്റൊരു കാര്യത്തിനാണ്. ഹോം മിനിസ്റ്റർ യൂസഫ് തിരൂരങ്ങാടി നിങ്ങളെ ഇവിടുത്തെ മർഡർ കേസ് അന്വേഷിക്കാൻ മാത്രമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആം ഐ കറക്റ്റ്? യെസ് സർ. ബട്ട് കുമളിയും വണ്ടിപ്പെരിയാറുമൊക്കെ എൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ്, അയാൾ ഓർമ്മിപ്പിച്ചു. അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ജയന്തൻ്റെ കാര്യം അന്വേഷിക്കാനല്ലേ? യെസ് സർ. അപ്പോൾ ഉസ്മാൻ്റെ നോട്ടം നൂല് പോലെ പുകയുരുന്ന ജയന്തൻ്റെ കുഴിമാടത്തിലേക്ക് നീണ്ടു. ഒരു കാറ്റ് വീശിയപ്പോൾ ചാര ഇളകി പറക്കുന്നതും തീക്കനലുകൾ തിളങ്ങുന്നതും അയാൾ കണ്ടു. മന്ത്രി തുടർന്നു. എന്നാൽ ഈ കാരണം പറഞ്ഞ് ആരെയും നിങ്ങൾ മുന്നിൽ വിളിച്ച് ഹരാസ് ചെയ്യാൻ പാടില്ല. മന്ത്രി കർച്ചീഫ് എടുത്ത് കഴുത്തു തുറച്ചു. സർ, മനസ്സിലായില്ല. അയാളുടെ നെറ്റി ചുളിഞ്ഞു. സദാശിവൻ ഇടം കാലിനുമേൽ വലതു കാൽ മടക്കി വെച്ചു. താൻ പലരെയും ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതായി എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ഉസ്മാൻ ഗൂഢമായി ഒന്ന് മന്ദഹസിച്ചു. സാർ, ഞാൻ 2 പേരെ മാത്രമേ അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളൂ. ഒന്ന് SI രാധചന്ദ്രൻ, പിന്നെ ഒരു ഗാന്ധിയൻ കുമാരൻ. ഇവർ 2 പേരും ശരി കക്ഷികളല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ ആരാണ് സാർ പരാതി തന്നത്? സദാശിവനൊന്ന് വിളറി. അയാളുടെ ഓരോ ഭാവവും ശ്രദ്ധിക്കുകയായിരുന്നു ഉസ്മാൻ അൻസാരി. സദാശിവൻ പിടികൊടുക്കാതെ പറഞ്ഞു. അതാരും ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇനി ഇങ്ങനെ ഉണ്ടായിക്കൂടാ, മനസ്സിലായല്ലോ? ക്ഷമിക്കണം സാർ. ഉസ്മാൻ കൂസിയില്ല. ഒരു മർഡർ കേസ് തെളിയിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണ്. ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അനുവാദവും തന്നിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ചോദ്യം ചെയ്തവരെ പോലും എനിക്ക് വീണ്ടും വിളിപ്പിക്കേണ്ടി വരും. ഇഡിയറ്റ്. മന്ത്രിയുടെ സ്വരം കടുത്തു. അപ്പോൾ താൻ എന്നെ വേണമെങ്കിലും ചോദ്യം ചെയ്യുമെന്നാണോ? വേണ്ടി വന്നാൽ ചെയ്യാതെ പറ്റില്ലല്ലോ സാർ. ഉസ്മാൻ, മന്ത്രി ചാടി എഴുന്നേറ്റു. സാർ, ഉള്ള കാര്യം തുറന്നു പറയാതെ ഇങ്ങനെ വളഞ്ഞു മൂക്കിൽ പിടിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങയുടെ പിതാവ് ഗാന്ധിയൻ കുമാരനെ ഞാൻ ഇനി വിളിപ്പിച്ചുകൂടാ, അല്ലേ? പക്ഷെ കഴിയില്ല സാർ. ആ മനുഷ്യന് ഈ കൊലപാതകത്തിൽ ബന്ധമില്ലെന്ന് പറയാനാവില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടെത്തിയിരിക്കും. ഗാന്ധി കുപ്പായം അദ്ദേഹത്തിൻ്റെ പുറന്തോട് മാത്രമാണെന്ന് ഞാൻ സംശയിക്കുന്നു. അനധികൃതമായി അയാൾ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന സ്വത്തുക്കൾ തന്നെയാണ് അതിനുള്ള തെളിവ്. സദാശിവം വല്ലാതെ വിയർക്കാൻ തുടങ്ങി. അറിയാതെ അയാൾ വീണ്ടും കസേരയിലിരുന്നു. കുമാരൻ്റെ മകനാണ് മന്ത്രിയെന്ന് പാർട്ടി അണികൾ പോലും അപ്പോഴാണ് അറിയുന്നത്. സുരേന്ദ്രനാഥിന് എന്തെങ്കിലും പറയണമെന്നുണ്ട്, പക്ഷേ നാവ് അനങ്ങുന്നില്ല. എല്ലാം പകൽ പോലെ തെളിഞ്ഞു കഴിഞ്ഞേ ഞാനിനി വിവരങ്ങൾ മീഡിയയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യത്തുള്ളൂ സാർ. അഥവാ അതുവരെ ഈ തൊപ്പി തലയിലില്ലെങ്കിൽ അത് പോകും മുമ്പ് ഞാനൊരു പത്രസമ്മേളനം നടത്തും. ഖജനാവിലെത്തേണ്ട വൻകിടക്കാരുടെ നികുതി പണം പോലും ഊട്ടി കുതിരപ്പന്തയത്തിന് വേണ്ടി വഴിത്തിരിച്ചതിനെ പറ്റിയും ആ കൂട്ടത്തിൽ എനിക്ക് പരാമർശിക്കേണ്ടി വരും. തീപിടിച്ച ഒരു മരം തലയിൽ വീണതുപോലെ പിടഞ്ഞുപോയി ജലസേചന മന്ത്രിയും PAയും. ഉസ്മാൻ, സ്റ്റോപ്പ് ദാറ്റ് സബ്ജക്റ്റ്, പറഞ്ഞുപോയി സുരേന്ദ്രനാഥ്. തീർന്നില്ല സാർ. ഉസ്മാൻ ചിരിച്ചു. തേനിയിലും കമ്പത്തുമുള്ള കുറേ കൃഷിത്തോട്ടങ്ങളിൽ കേരളത്തിലെ ചില മന്ത്രിമാർ സുഖവാസത്തിന് പോകുന്നുണ്ട്. മേഘമല എസ്റ്റേറ്റുകളിലെ വരുമാനമായി മന്ത്രി ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകുന്നുണ്ട്. അക്കൗണ്ട് നമ്പറും ഡേറ്റും ടൈമും സഹിതം അതിൻ്റെയൊക്കെ വിവരങ്ങൾ എൻ്റെ ലാപ്ടോപ്പിലുണ്ട്. അതും ഞാൻ അക്കമിട്ട് നിരത്തും. ഉസ്മാൻ അൻസാരി ഒന്ന് നിർത്തി. മന്ത്രിയുടെ ദയനീയ ഭാവം കണ്ട് ക്രൂരമായ ഒരു സംതൃപ്തിയോടെ അയാൾ തുടർന്നു. മുല്ലപ്പെരിയാർ പ്രശ്നം ഒരിടത്തും എത്താതെ നീണ്ടുപോകുന്നതിൻ്റെ കാരണവും എനിക്ക് വിളിച്ചു പറയേണ്ടി വരും. അയൽ സർക്കാർ അതിനുവേണ്ടി മാത്രം കേരളത്തിലേക്ക് ഒഴുക്കുന്ന പണത്തിൻ്റെ കണക്കും അത് കൈപ്പറ്റുന്ന ആളുകളുടെ പേര് വിവരങ്ങളും എനിക്കറിയാം. സദാശിവൻ്റെ തൊണ്ട വറ്റി വരണ്ടു. അപ്പോൾ എനിക്ക് പോകാമല്ലോ സാർ. മന്ത്രി മിണ്ടിയില്ല. ഉസ്മാൻ അൻസാരിയും സഹപ്രവർത്തകരും മന്ത്രിക്കൊരു സല്യൂട്ട് കൂടി നൽകിയിട്ട് പിന്തിരിഞ്ഞു. 2 അടി നടന്നിട്ട് അൻസാരി നിന്നു. പരശുറാം സാർ, നാളെ രാവിലെ 8 മണിക്ക് താൻ എൻ്റെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കണം. സാർ. പരശുറാം സമ്മതിച്ചു. ഉസ്മാനും സംഘവും പോയി. ഒരു കൊടുങ്കാറ്റും പേമാരിയും അടങ്ങിയതുപോലെ മറ്റുള്ളവർക്ക് തോന്നി. DYSP ഉസ്മാൻ അൻസാരിയും സംഘവും ഇന്നോവയിൽ കയറി അകന്നു പോയപ്പോഴും അണപ്പല്ലുകൾ കടിച്ചമർത്തിയിരിക്കുകയായിരുന്നു വർഗീസ് പുന്നത്ര. ജീവിതത്തിൽ ഇന്നുവരെ മറ്റുള്ളവരുടെ മുന്നിൽ ഇത്രയും നാണം കെടേണ്ടി വന്നിട്ടില്ലെന്ന് അയാൾക്ക് തോന്നി. ആദ്യമായി ഒരു ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ മറുപടിക്ക് വാക്കുകൾ കിട്ടാതെ വരുന്ന അവസ്ഥ ജലസേചന മന്ത്രിയെയും അസ്വസ്ഥനാക്കിയിരുന്നു. എന്നാൽ നിങ്ങൾ പോയിക്കോ, ഞാനുടനെ തിരുവനന്തപുരത്തിന് പോകും, പാർട്ടി പ്രവർത്തകരോട് മന്ത്രി പറഞ്ഞു. നേരത്തെ സംസാരിച്ച കാര്യങ്ങൾക്ക് അടുത്ത തവണ ഞാനിങ്ങോട്ട് വരുമ്പോൾ പരിഹാരമുണ്ടാക്കാം, പോരെ? മതി സാർ. എഴുന്നേറ്റ് അയാളെ വണങ്ങിയിട്ട് അവർ പോയി. സാർ, ഇപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രിയെ വിളിക്കണം. ആ റാസ്കലിനെ കേസ് അന്വേഷണത്തിൽ നിന്ന് പിൻവലിക്കാനും മറ്റാർക്കെങ്കിലും ചുമതല നൽകാനും പറ. പുന്നത്തറയ്ക്ക് കലിയടങ്ങുന്നില്ല. ചെട്ടിക്കുളങ്ങര സദാശിവൻ തലതിരിച്ച് PAയെ നോക്കി. തനിക്കറിയാമല്ലോ, ഭരണമുന്നണിയിൽപ്പെട്ടവരാണെങ്കിലും നമ്മുടെ പാർട്ടിയും യൂസഫ് തിരൂരങ്ങയുടെ ഗ്രൂപ്പും എന്നും ശത്രുക്കളാണ്. നമ്മളെ എങ്ങനെ താറടിച്ച് കാണിക്കണമെന്ന് എപ്പോഴും അവരുടെ ചിന്ത. ആ നിലയ്ക്ക് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണുപോയാൽ ഈ കേസിൽ എനിക്കും പങ്കുണ്ടെന്ന് പോലും അവന്മാർ വിളിച്ചു പറയും. മാത്രമല്ല, പെരുമാറ്റം ഇങ്ങനെയാണെങ്കിലും ഈ ഉസ്മാൻ അൻസാരി യാതൊരു കറപ്ഷനുള്ള ഓഫീസറല്ല. ജനങ്ങളുടെ ഒരു ഹിതപരിശോധന നടത്തിയാൽ 100-ൽ 100 ആയിരിക്കും അവന് കിട്ടുന്ന മാർക്ക്.
സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ബാസ്റ്റേഡ്. അങ്ങനെ വേണമെങ്കിലും ഉസ്മാനെ വിളിക്കാം. മന്ത്രി തലമുടിയിൽ വിരലോടിച്ചു. പിന്നെ എന്തു ചെയ്യും? അവൻ പറഞ്ഞതുപോലെ എല്ലാം വിളിച്ചു പറഞ്ഞാൽ? പുന്നത്രയ്ക്ക് പരിഭ്രമം കൂടി. ഇപ്പം തന്നെ രണ്ടുപേരുടെ ബലത്തിൽ ആടി നിൽക്കുന്ന മന്ത്രിസഭയാ. അതേക്കുറിച്ച് ശരിക്കും ചിന്തിച്ചേ പറ്റൂ. കേരളത്തിലെ സകല മന്ത്രിമാരുടെയും MLA-മാരുടെയും ആരുമറിയാത്ത ഡീറ്റെയിൽസ് ഈ ഉസ്മാന്റെ ലാപ്ടോപ്പിൽ കാണും. അതുകൊണ്ട് തന്നെയാ അവനെ ഇങ്ങനെ വച്ച് പൊറപ്പിക്കുന്നത്. അല്ലെങ്കിൽ വല്ല തുരുമ്പെടുത്ത കോർപ്പറേഷൻ്റെയും നെറുകയിൽ കയറ്റിയിരുത്തിയേനെ. എൻ്റെ അറിവിൽ മുഖ്യന് പോലും അവനെ പേടിയാ. ഒന്ന് നിർത്തി അല്പനേരം നിശബ്ദനായിരുന്നു ചെട്ടികുളങ്ങര സദാശിവൻ. പിന്നെ തുടർന്നു. ആഭ്യന്തരൻ്റെ ഏറ്റവും വലിയ ശക്തിയും അവനാ. ഏത് കേസ് വന്നാലും അവൻ്റെ അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുക്കും. പുഷ്പം പോലെ അവനത് തെളിയിക്കുകയും ചെയ്യും. വെരുങ്ങാത്ത കുതിരയാണവൻ. എടോ സദാശിവ, താനിങ്ങനെ അവൻ്റെ വീരകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കേ. അതുവരെ മിണ്ടാതിരുന്ന സുരേന്ദ്രനാഥ് അസ്വസ്ഥനായി. വേഗം എനിക്ക് ജയന്തൻ്റെ കൊലയാളിയെ പിടികിട്ടുകയും വേണം. സദാശിവൻ മിണ്ടിയില്ല. ഇനി നാളെ അങ്ങോട്ട് മുഖം കാണിക്കാൻ പറഞ്ഞത് എന്തിനാണെന്നോ പിടികിട്ടാത്തത്. പരശുറാം പിറുപിറുത്തു. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കണം പരശു. അവൻ്റെ അരികിൽ വളരെ സൂക്ഷിച്ചേ നാവനക്കാവൂ. അബദ്ധങ്ങൾ വല്ലതും വിളിച്ചു പറഞ്ഞ് സ്വയം വിട്ടിലാവരുത്. പുന്നത്ര മുന്നറിയിപ്പ് നൽകി. അതില്ല. ജലസേചന മന്ത്രി എഴുന്നേറ്റു. അപ്പോൾ ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. പോകണം. എല്ലാവരും അകത്തേക്ക് നടന്നു. രാത്രി. കുമളി ഗേറ്റ് ബാറിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു ആദിയും ലിജോയും. സാജൻ ജീപ്പിൽ തന്നെ ഇരിക്കുകയാണ്. ഇന്നെന്തോ മദ്യപിക്കുന്നില്ല എന്ന തീരുമാനത്തിലായിരുന്നു അവൻ. ആദി വാതിൽക്കിലേക്ക് വന്നതും പുറത്തുനിന്ന് ഒരാൾ എതിരെ വന്നു. ആദി വെറുതെ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അയാളും പൊടുന്നനെ അയാളുടെ മുഖത്തൊരു പരിഭ്രമമെന്നത് ആദി കണ്ടു. ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആദി ഓർത്തു. പക്ഷെ എവിടെ? അകത്തേക്ക് നടക്കാനാഞ്ഞ അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. ഒന്ന് നിന്നടോ, ആദി വിളിച്ചു. ആ ക്ഷണം അയാൾ തിരിഞ്ഞോടി. അടുത്ത നിമിഷം ഇടിമിന്നൽ പോലെ ആദിയുടെ മനസ്സിൽ തെളിഞ്ഞു. ലോവർ പെരിയാറിൽ നിന്ന് ഹെയർ പിന്നുകൾ കയറി ബൈക്കിൽ വന്ന തനിക്ക് നേരെ പാണ്ടി ലോറി. കവളയ്ക്കരികിൽ വെച്ചാണ് അന്ന് അത് തന്നെ ഇടിച്ചത്. താൻ ബൈക്കിൽ നിന്ന് തെറിച്ചുപോയി. ഇതിനിടെ ലോറിയുടെ ഡ്രൈവർ സീറ്റിൽ താൻ മിന്നായ പോലെ കണ്ട മുഖം. നിൽക്കടാ. ആദി അയാളുടെ പിന്നാലെ കുതിച്ചു. അതിനിടെ ലിജോയുടെ വിളിച്ചു പറഞ്ഞു. എടാ, അവനെ വിടരുത്. വാഹനങ്ങൾക്കിടയിലൂടെ ലിജോയും ഓടി. ഡ്രൈവർ ഗേറ്റിന് നേരെയാണ് ഓടിയത്. അതിനിടെ അയാൾ എന്തോ വിളിച്ചു പറയുകയും ചെയ്തു. ഗേറ്റിന് പുറത്ത് പെട്ടെന്നൊരു മാരുതി ഓംനി വാൻ സ്റ്റാർട്ടായി. അതിൻ്റെ പിൻഡോർ നിരങ്ങി മാറി. ഡ്രൈവർ അവിടേക്ക് പറന്നു വീണു. ഡോർ വലിച്ചിട്ടു. വേഗത്തിൽ വാൻ പാഞ്ഞുപോയി. ഛേ! കൈ കുടഞ്ഞുകൊണ്ട് ആദി അതിന് പിന്നിലെ ചുവന്ന വെളിച്ച അകന്നു പോകുന്നത് നോക്കി നിന്നു. ഇനി അതിനെ പിന്തുടർന്നിട്ട് കാര്യമില്ലെന്ന് അവനറിയാമായിരുന്നു. ആരായിരുന്നടാ അയാൾ? ലിജോയ്ക്കൊന്നും പിടികിട്ടിയില്ല. അവനാണ് അന്ന് ലോറി കൊണ്ടുവന്ന് എൻ്റെ ബൈക്കിൽ ഇടിച്ചത്. അവനെ കയ്യിൽ കിട്ടാതെ പോയല്ലോ. ലിജോ അസ്വസ്ഥനായി. അവർ ഇരുവരും ഓടുന്നത് കണ്ട് കാര്യമറിയാൻ സാജനും അവിടേക്ക് വന്നു. വിവരം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു. അയാളെ നമുക്ക് ഈസിയായിട്ട് പൊക്കാം. എങ്ങനെ? ഇരുവർക്കും ആകാംക്ഷയായി. അയാൾ പോയ മാരുതിവാൻ എനിക്കറിയാവുന്നതാ. കാഞ്ചിയാറുള്ള എൻ്റെ ഒരു പരിചയക്കാരതാ. ആദിയുടെ മുഖം തെളിഞ്ഞു. എങ്കിൽ പുറകെ വിട്ടാലോ? പാടില്ല. ലിജോ തടഞ്ഞു. ഇനി പോയാൽ അവനെ കിട്ടില്ലെന്ന് മാത്രമല്ല, ഇനിയൊരിക്കലും അവനുടെ മുന്നിൽ വരത്തുമില്ല. പിന്നെ? ആദി നെറ്റിച്ചുളിച്ചു. നമ്മൾ തിരിച്ചറിഞ്ഞെന്ന പോലും അയാൾക്ക് സംശയം തോന്നരുത്. നാളെയോ മറ്റന്നാളോ നമുക്ക് കാഞ്ചിയാറിന് പോകാം. സാജൻ സൂത്രത്തിൽ അയാളെക്കുറിച്ച് തിരക്കി അറിയണം. അതുമതി. ഞാനേറ്റു. സാജൻ മന്ത്രിച്ചു. രാവിലെ 8 മണി. CI പരശുറാമിൻ്റെ ഔദ്യോഗിക ജീപ്പ് ഗസ്റ്റ് ഹൗസിന് മുന്നിലെത്തി. നേർത്ത പുക പോലെ അപ്പോഴും മഞ്ഞുണ്ടായിരുന്നു. ഗസ്റ്റ് ഹൗസിൻ്റെ മുറ്റത്തെ പുൽത്തകടിയിൽ നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് കസേരയിൽ പത്രം വായിച്ചിരിക്കുകയായിരുന്നു ഉസ്മാൻ അൻസാരി. ജയന്തൻ്റെ കൊലപാതകത്തെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ പത്രത്തിലുണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ സമരവുമായി ബന്ധപ്പെടുത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയമെങ്കിലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനിരിക്കുന്ന ചില ഭൂമാഫിയക്കാരുടെ പങ്കും തള്ളിക്കളയാനാവില്ലെന്ന് ചില പത്രങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരുമായി ഒത്തുകളിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ പല പ്രമുഖന്മാർക്കും ഈ മർഡറിൽ പങ്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മറ്റൊരു പത്രം അഭിപ്രായപ്പെടുന്നത്. ഉസ്മാൻ അൻസാരിക്ക് ആ വാർത്ത പുതിയ ചില സംശയങ്ങൾ നൽകി. പത്രത്തിൻ്റെ ഇടുക്കി ലേഖനമൊന്ന് കാണണമെന്നും തൻ്റെ സംശയങ്ങൾ പങ്കുവയ്ക്കണമെന്നും അയാൾക്ക് തോന്നി. ചപ്പാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ സമരത്തിൽ ആ പത്രം ഭാഗഭാക്കായ കാര്യവും ഉസ്മാൻ അൻസാരിക്ക് അറിയാമായിരുന്നു. ഗുഡ് മോർണിംഗ്. പരശുറാം മുന്നിലെത്തി അറ്റൻഷനായപ്പോൾ അയാൾ പത്രം അടക്കി എഴുന്നേറ്റു. മോർണിംഗ്, കമിൻ. ഉസ്മാൻ മുന്നിൽ നടന്നു. ASI അബു സലീമും ബ്രിട്ടാസും രാവിലത്തെ ഓട്ടം കഴിഞ്ഞ് മുറ്റത്തേക്ക് വരുന്നത് പരശുറാം കണ്ടു. ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രശേഖരനും ലെനിൻ ആലിക്കോടനും അവിടെ ഉണ്ടായിരുന്നില്ല. ഇരിക്കൂ. ഓഫീസാക്കി മാറ്റിയ തൻ്റെ റൂമിലെ ചെയറിൽ അമർന്നിട്ട് ഉസ്മാൻ അൻസാരി പരശുവിനോട് പറഞ്ഞു. താങ്ക് യു സാർ. അയാൾക്കെതിരെ പരശുറാമും ഇരുന്നു. ഒരു നിമിഷം അയാളുടെ മുഖത്തേക്ക് ഉസ്മാൻ നോട്ടം തുളച്ചു നിർത്തി. പിന്നെ തിരക്കി. മന്ത്രി മടങ്ങിപ്പോയോ? പോയി സാർ, രാത്രി തന്നെ. ഞാൻ ഇന്നലെ പറഞ്ഞത് അല്പം കൂടിപ്പോയോ? സാർ, അത് എന്ത് പറയണമെന്നറിയാതെ പരശുറാം പരുങ്ങി. എന്നാൽ ഇത് പറഞ്ഞു പോയെന്നേ എനിക്കിപ്പോഴും തോന്നുന്നുള്ളൂ. അയാൾ പറഞ്ഞത് കേട്ട് വീഴ്ചിരുന്ന് പോയി പരശുറാം.
നേർത്ത ചിരിയോടെ DYSP തുടർന്നു. കാര്യം അയാൾ തൻ്റെ ഫാദർ ഇൻ ലോ ആണ്. പക്ഷേ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവനാ ആ മന്ത്രി. പിന്നെ ആ PA ഉണ്ടല്ലോ, പുന്നത്ര, തൻ്റെ പെങ്ങളെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പോവാണെന്ന് കേട്ടു. നേരാണോ? അങ്ങനെ ഒരു ആലോചനയുണ്ട് സാർ. ജനാലയുടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് പരശുറാം അറിയിച്ചത്. എങ്കിൽ യാതൊരു സംശയവും വേണ്ടടോ. 3 മാസങ്ങൾക്കുള്ളിൽ ഒരു അപകട മരണം, അല്ലെങ്കിൽ സൂയിസൈഡ്. അവളെ നിങ്ങൾക്ക് നഷ്ടമാകും. വേണമെങ്കിൽ ഇന്നത്തെ ഡേറ്റും ടൈമും വെച്ച് താൻ തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടോ. ഞാൻ പറഞ്ഞത് സത്യമാകും. വിളറിപ്പോയി പരശുറാം. അതുപോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഉസ്മാൻ ഗൗരവത്തിലായി. തൻ്റെ അനുജൻ്റെ മരണത്തിൽ തൻ്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? സർ, പരശുറാം മുന്നോട്ടാഞ്ഞിരുന്നു. അവൻ സമരത്തിനിറങ്ങിയപ്പോൾ മുതലേ ആർക്കൊക്കെയോ എതിർപ്പുണ്ടായിരുന്നെന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാൽ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല താനും. ഓക്കെ, നേരത്തെ നടന്ന മർഡർ അറ്റംപ്റ്റിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ട് എന്തായി? സാർ, അത് കേരള തമിഴ്നാട് ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഷുവർ? യെസ് സാർ. എന്നാൽ അങ്ങനെയല്ല. ഉസ്മാൻ്റെ മറുപടി കേട്ട് പരശുറാം ശക്തമായി നടുങ്ങി. അതെ, അയാൾ തലയാട്ടി. തമിഴ് ജനതയ്ക്ക് നേരെയുണ്ടായ ആക്രമണം ബോധപൂർവം പോലീസിനെ വഴിതെറ്റിക്കാനുള്ള തന്ത്രമായിരുന്നെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പിന്നെ ജയന്തനെ തട്ടിയാൽ തമിഴ് ജനതയ്ക്ക് മേൽ പഴി വീണുകൊള്ളുമല്ലോ. പരശുറാം ഉമിനീരിറക്കി. പക്ഷേ സാർ, അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം? അത് താൻ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. സാരമില്ല, ഞാൻ കടക്കൊള്ളാം. പരശുറാമിൻ്റെ പൂർണ്ണ സഹകരണം എനിക്ക് പ്രതീക്ഷിക്കാമോ? ഷുവർ സാർ. മരിച്ചതെൻ്റെ അനുജനല്ലേ? ഓക്കെ, ദെൻ യു ക്യാൻ ഗോ. അയാൾ എഴുന്നേറ്റു. ഒന്നുകൂടി അറ്റൻഷനായി. പിന്നെ തിരിഞ്ഞ് വാതിൽക്കലേക്ക് നടന്നു. മിസ്റ്റർ പരശുറാം, പെട്ടെന്ന് ഉസ്മാൻ വിളിച്ചു. കഥ തുടരും.